ഹായ് സോൾ, സുഭാഷ് ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്, അവർ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യുമോ എന്നൊക്കെ ഒന്ന് നോക്കാം. അവരുടെ ഇപ്പോഴത്തെ ചിന്തകൾ എന്ന് പറഞ്ഞാൽ അവർ ഇതിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് ഒരു 5 മണിൻ്റെ ശേഷമാണ്. ആ ഒരു ടൈമിൽ അവരുടെ ചിന്തകൾ എന്താണ്, ഓക്കെ, വൈകുന്നേരം നിങ്ങളെ പറ്റിയുള്ള ആ ഒരു ചിന്ത എന്താണ് എന്ന് നോക്കാം. പ്ലീസ് യൂണിവേഴ്സ്. 10 ഓഫ് വാൻസ് ആണ്, 2 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. 8 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ദ ലവേഴ്സ് വന്നിട്ടുണ്ട്. കിങ് ഓഫ് സോൾസ് വന്നിട്ടുണ്ട്. 6 ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഇത് സ്റ്റാർ വന്നിട്ടുണ്ട്. 8 ഓഫ് വാൻസും വന്നിട്ടുണ്ട്. എനിക്ക് കാണാൻ സാധിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കുറച്ചൊന്ന് ഇതാക്കാം. ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തി ഒരു റെസ്പോൺസിബിലിറ്റീൻ്റെ അതായത് ഒരു ജീവിതത്തിൽ ജോബിലാവട്ടെ, എന്ത് കരിയറിലാവട്ടെ, റിലേഷൻഷിപ്പിലാവട്ടെ, അവർ ഭയങ്കര ഹാർഡ് വർക്കിങ്ങിലാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഹാർഡ് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ജോബ്, ഒരു കഠിനമായ അധ്വാനം, ഒരു ടയേർഡ്നെസ് ഒക്കെ അവിടെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർ കഷ്ടപ്പെട്ട് ഉന്തി കൊണ്ടുപോവുകയാണ് അവരുടെ ജീവിതം നല്ല ഈ റിലേഷൻഷിപ്പാണെന്ന് തോന്നുന്നു. ബട്ട് നിങ്ങൾ നോക്കേണ്ട സിറ്റുവേഷനിലായിരിക്കാം. ആ ഒരു സിറ്റുവേഷൻ ഒന്ന് മറിയണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. 2 ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത്. 2 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു സ്നേഹത്തെ പറയുന്ന ഒരു കാർഡാണ്. മാത്രമല്ല ഡിവൈൻ കണക്ഷൻ ആയിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഡിവൈൻ കണക്ഷൻ ആയിട്ടാണ് അത് കാണുന്നത്. 8 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായി എന്നാണ് അവർ വിചാരിക്കുന്നത്. അവരുടെ മനസ്സിലുള്ള തോട്ട്സ്, അവർ വിചാരിക്കുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായിപ്പോയി, ഇനി ഞാൻ എഫേർട്ട് എടുത്തിട്ട് കാര്യമുണ്ടോ എന്നാണ് അവർ ചിന്തിക്കുന്നത്. അത്രയും അവർ സ്ട്രഗിൾ ചെയ്ത് ഈ ഒരു സിറ്റുവേഷനിൽ, ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ആ സ്ട്രഗിളിൻ്റെ ആ ഒരു ബാഡ്നെസ് എനർജിയിൽ തോന്നുന്ന ഒരു തോട്ട്സാണ് അവർക്ക് തോന്നുന്നത്. ബട്ട് നിങ്ങൾ ലവേഴ്സാണ്. ഞാൻ പറഞ്ഞല്ലോ, ഡിവൈൻ കണക്ഷനാണ്. ചിലപ്പോൾ ഇത് ട്വിൻ ഫ്ലെയിം ജേണിയിൽ നിൽക്കുന്ന ആരുടെങ്കിലും എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ സോൾമേറ്റ്, അല്ലെങ്കിൽ കർമ്മ ബേസിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ അവർക്ക് പെട്ടെന്നൊരു ആക്ഷൻ എടുക്കണം എന്നുണ്ട്. ബട്ട് അവരൊരു ഈഗോസ്റ്റിക് പേഴ്സൺ ആയിട്ടാണ് കാണുന്നത്. ഒരു വിജയം വേണം, എല്ലാത്തിനും ഒരു ക്ലാരിഫിക്കേഷൻ വേണം. അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ളൊരു ക്ലാരിഫിക്കേഷൻ കിട്ടേണ്ടതുണ്ട്. ആ ഒരു സിറ്റുവേഷനിലാണ് അവർ നിൽക്കുന്നത്. കിങ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് നിങ്ങളെ കപ്പ് ഓഫർ ചെയ്യണമെന്നുണ്ട്, പ്രപ്പോസ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. അവർക്ക് ഹൈ ഇമോഷൻസ് വരുന്നുണ്ട്. ബട്ട് അവർ സ്റ്റക്കാണെന്ന് പറഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷനാണ്, നോക്കേണ്ട സിറ്റുവേഷനാണ്, റിലേഷൻഷിപ്പ് എൻ്റെ ആയോ എന്നുള്ളൊരു ഡൗട്ടിൽ അവർക്ക് ഈ ഒരു തീരുമാനത്തിൽ എത്താൻ കഴിയുന്നില്ല. ദ സ്റ്റാർ ആണ്. ഒരു ഹോപ്പ് ഉണ്ട് അവർക്കൊരു പ്രതീക്ഷയുണ്ട്. നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം, നിങ്ങളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് അവരാകെ സ്റ്റക്കിടാണ് അവരുടെ ജീവിതത്തിലും കരിയറിലും എല്ലാം. ജോലിക്ക് പോകുന്നുണ്ട്, പക്ഷെ മൈൻഡ് മുഴുവൻ നിങ്ങളാണ്. നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ഒരു തോട്ട്സ്, ആവലാതി എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഇതാണ്. 8 ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ അടുത്തേക്ക് വരാനും സാധ്യത, വന്ന് കാണാനോ സംസാരിക്കാനോ സാധ്യതയുണ്ട്. ആർക്കാണ് റിലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ റിലേറ്റ് ചെയ്യുക കേട്ടോ, ക്ലൈം ചെയ്യുക. പിന്നെ ഇത് റെസനേറ്റ് ആയവർ എടുക്കുക.
ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എനർജി ഇവിടെ ഇതാക്കിയിട്ട് നിങ്ങൾക്കത് റെസനേറ്റ് ആവുള്ളൂ. ഓക്കെ. അപ്പോൾ 8 ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളിലേക്ക് വരുന്നത് ചിലപ്പോൾ അബ്രോഡുള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ തിരിച്ചു വരുന്നതായിരിക്കും. ഹസ്ബൻഡ് ആൻഡ് വൈഫ് അങ്ങനെയുള്ള കണക്ഷനും ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു കണക്ഷൻ്റെ രീതിയിൽ അവരെന്ത് ചെയ്യാണ്, നിങ്ങളടുത്തേക്ക് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അബ്രോഡുള്ള ആൾക്കാർ ചിലപ്പോൾ ടിക്കറ്റൊക്കെ ഓക്കാക്കിയിട്ട് വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു സാഹചര്യവും ഇവിടെ കാണുന്നുണ്ട്. അവർക്ക് നിങ്ങളോട് അതിയായ ഇഷ്ടമാണ്, സ്നേഹമുണ്ട്. ബട്ട് അവർ ആകെ എന്തൊക്കെയോ ഒരു സിറ്റുവേഷൻ മൂഡിലാണ്. ആ ഒരു റിലേഷൻഷിപ്പ് എൻഡായോ എന്നുള്ളൊരു ഭയം അവരുടെ ഉള്ളിൽ അലട്ടുന്നുണ്ട്. ആ ഒരു ഭയത്തിൻ്റെ പേരിലാണ് അവർ ഈ ഒരു കപ്പ് ഓഫർ ചെയ്യാനൊരു മടിക്കുന്നത്. മടിക്കല്ല, അവരുടെ ഉള്ളിലുണ്ട് ആ ഒരു പ്രപ്പോസ് ചെയ്യണം, വിജയം വേണം. ബട്ട് അവർക്ക് പെട്ടെന്നൊരു ആക്ഷൻ എടുക്കണം എന്നുണ്ട്. എന്തു വന്നാലും വേണ്ടിയില്ല, ഒരു പെട്ടെന്നുള്ളൊരു ആക്ഷൻ എടുക്കണം എന്നൊക്കെ ഒരു ഇതാണ്. ബട്ട് അവരുടെ ഫീലിങ്സിലും ഇതിലൊക്കെ അവർക്ക് ഭയങ്കര ഇമോഷണൽപരമായിട്ട് ഭയങ്കര സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. അതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്. ഓക്കെ. നോയ്സൊക്കെ ഉണ്ടാവും കേട്ടോ, ഇവിടെ റോഡ് അടുത്തായതുകൊണ്ട്. ഇന്നലെ ഞാൻ ലൈവിൽ വരാത്തതെന്ന് പറഞ്ഞാൽ ഓരോ ഇഷ്യൂസും കാര്യങ്ങളല്ലേ, തീരെ സുഖമില്ലായിരുന്നു, അതാണ്. നിങ്ങൾ ഡിവൈൻ ഗൈഡൻസ് എന്താണെന്ന് ഇപ്പോൾ നോക്കാം. ഓക്കെ. ഏസ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. ക്യൂൻ ഓഫ് സോൾസാണ് വന്നിരിക്കുന്നത്. ക്യൂൻ ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ താക്കോല് ആ വ്യക്തി തന്നെയാണ്. ബട്ട് നിങ്ങൾ ആവലാതിപ്പെടേണ്ടത് ആവശ്യമില്ല. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ താക്കോൽ ആരുടെ കയ്യിലാണോ അയാൾ നിങ്ങളെ തേടി വരുമെന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. നിങ്ങൾ സ്റ്റക്കാവേണ്ട ആവശ്യമില്ല. നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ പ്രോസ്പെരിറ്റി ആൻഡ് അബണ്ടൻസ് വരുന്നതായിരിക്കും. മാത്രമല്ല, നിങ്ങൾ എന്തോ കാര്യത്തെ സപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം. എന്തെങ്കിലും വിഷമങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഒരു സിറ്റുവേഷനോ പിന്നെ ആളുകളായിട്ടുള്ള ബിഹേവിങ്ങോ ആ ഒരു സന്ദർഭവും കാര്യങ്ങളും മെമ്മറീസിൽ ഇങ്ങനെ കുടുങ്ങിപ്പോയതായിട്ടുണ്ടായിരിക്കാം. ആ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ മൂലം ആയിരിക്കാം. ബട്ട് അത് ഹീൽ ചെയ്യാനാണ് പറയുന്നത്. മറക്കുക, ഹീൽ ചെയ്യുക, ഫോർഗീവ്സ് കൊടുക്കുക. ഒരുപാട് ആൾക്കാർ ഫോർഗീവ്സ് കൊടുക്കാതെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഫോർഗീവ് കൊടുത്താലേ നിങ്ങൾക്ക് ശാന്തി കിട്ടുകയുള്ളൂ. നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു സ്വസ്ഥവും സമാധാനം നിങ്ങളിലേക്ക് തിരിച്ചു വരണമെങ്കിൽ നിങ്ങൾ ഫോർഗീവ്സ് കൊടുക്കുക. ഫോർഗീവ് കൊടുക്കുന്നതിന് മാത്രമേ നിങ്ങൾക്ക് വിജയം ഉണ്ടാവുള്ളൂ. നമ്മൾ പൊറുക്കും തോറും, ഒരു മനുഷ്യനോട് നമ്മൾ പൊറുക്കും തോറും നമ്മൾക്ക് എന്താണ് അവിടെ വെളിച്ചമാണ് ഉണ്ടാകുന്നത്. യൂണിവേഴ്സ് അതാണ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് പ്രോസ്പെരിറ്റി ആൻഡ് വിജയവും കിട്ടും. മറ്റുള്ള ചിന്തകളിൽ നിങ്ങൾ കുടുങ്ങിപ്പോയാൽ നിങ്ങൾ എത്തേണ്ടടുത്ത് എത്താൻ കഴിയില്ല. നിങ്ങൾ ലക്ഷ്യം വെച്ച ആ ഒരു ചിന്ത എങ്ങനെ സാധിപ്പിക്കാൻ കഴിയും, അല്ലെങ്കിൽ ആ ഒരു ചിന്ത അത് മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകാൻ കഴിയും മറ്റുള്ള ചിന്ത കടന്നുകൂടിയാൽ? അതാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് നിങ്ങൾ അത് ഫോർഗീവ് ചെയ്യുക, റിലീസ് ചെയ്യുക, മൂവ് ഓൺ ചെയ്യുക. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. ഇന്നത്തെ ഗൈഡൻസ് ഇതാണ്. അപ്പം ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ആൾ. ബൈ.